ഞങ്ങൾ കാശ് കൊടുത്ത് മേടിച്ച മുതൽ തന്നെ ഞങ്ങൾക്ക് കിടക്കണം. അതുവരെ ഞങ്ങളുടെ ഈ പള്ളി ശിംസ്തേരി ഇതൊക്കെ ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ ഇട്ടുകൊണ്ട് ഞങ്ങൾ ഒരിടത്തോട്ടും പോകാൻ ഞങ്ങളെ വേറെല്ലോടത്ത് ഞാൻ നല്ലൊരു കേട്ടു. എനിക്ക് 55 വയസ്സായി. ഞാൻ ജനിച്ചത് ഇവിടെയാണ്. എൻ്റെ അപ്പച്ചന് കടലടി കൊണ്ട് മേടിച്ച സ്ഥലമാണ്. ഇനി എൻ്റെ മക്കൾ ഇതിൻ്റെ പുറകെ ഓടാൻ പറ്റില്ല. മരണം വരെ ഇവിടെ ഇത് സമരം ചെയ്യും. എന്തുട്ടാണ് ഈ വക്കപ്പ്? ഇങ്ങനെ ഒരു വക്കപ്പ് വന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് മര്യാദ ജീവിക്കൂലേ? ഞങ്ങൾ ജീവിക്കണം കണ്ടിട്ട് അവർ കണ്ണടിച്ചിട്ടാണ്, അല്ലാണ്ട് വേറൊന്നുമല്ല. ഈ വികസനം കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് അവർക്ക്, അല്ലെങ്കിൽ ഇതിക്ക് മുമ്പ് അവർക്ക് വരായിരുന്നില്ലേ? കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലുകളാണ് ഇപ്പോൾ ഒരു സമയത്ത് ഒരു സുപ്രഭാതത്തിൽ അവരുടെയാണെന്നും പറഞ്ഞു വന്നാൽ ഞങ്ങൾ കയ്യും കെട്ടി ഇരിക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് ഇനിയിപ്പോൾ ക്രിസ്മസും ഇല്ല, വിഷുവില്ല. വിഷുവും ആകുമ്പോഴും ചിലപ്പോൾ ഇത് ശരിയായില്ലെങ്കിലും അപ്പോഴും ഞങ്ങൾ ഇവിടെ തന്നെ വന്നിരിക്കും. തീവ്രവാദികൾ പോലെ ഇങ്ങോട്ട് വന്നേക്കാണ്. അവർ വന്നിട്ട് ഇതിപ്പോൾ അവരുടെ സ്ഥലമാണെന്ന് ഞങ്ങൾ വിട്ടുകൊടുക്കും. തീർച്ചയായിട്ടും ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. ഇത് ഈ സമരം ഇതിൻ്റെ അറ്റം കാണാതെ ഞങ്ങൾ നിർത്തണ പ്രശ്നവുമില്ല. നമസ്കാരം. മുനമ്പത്ത് സമരം 71-ാം ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോഴും നിരാഹാരത്തിലാണ് പല വീട്ടമ്മമാരും. ചേച്ചി, വിജയത്തിലേക്ക് എത്തും വരെ നിങ്ങൾ പോരാടും? പോരാടും. അത് പിന്നെ ഞങ്ങളുടെ ഭൂമി ഞങ്ങൾക്ക് ഇത് കിട്ടണം. ഞങ്ങളുടെ ഭൂമി ഒന്നുണ്ട് അവരുടെ എന്ന് പറഞ്ഞ് അവരെ ആക്കി വെച്ചേക്കണേണ്. അത് ഞങ്ങൾക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് വേറെ വീട്ടിൽ പോകാനായിട്ട് ഞങ്ങൾ കാശ് കൊടുത്ത് മേടിച്ച മുതൽ തന്നെ ഞങ്ങൾക്ക് കിടക്കണം. അതുവരെ ഞങ്ങളുടെ ഈ പള്ളി ശിംസ്തേരി ഇതൊക്കെ ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ ഇട്ടുകൊണ്ട് ഞങ്ങൾ ഒരിടത്തോട്ടും പോകാൻ ഞങ്ങളെ വേറെല്ലോടത്ത് ഞാൻ നല്ലൊരു കേട്ടു. ഞങ്ങൾക്ക് കാശ് കൊടുത്ത് മേടിച്ച മുതൽ ഞങ്ങൾക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഈ നല്ലൊരു ദിവസങ്ങളാണ് ആ ദിവസവും ഞങ്ങൾ ഈ പള്ളി മുറ്റത്തിരിക്കുന്നത്. അത് കിട്ടും വരെ ഞങ്ങൾ ഇരിക്കും. ഈ സമരം നിർത്താൻ പോകില്ല. ഞങ്ങളുടെ മുതൽ ഞങ്ങൾക്ക് തന്നെ തിരിച്ച് കിട്ടണവരെ ഞങ്ങൾ ഇരിക്കും. വലിയ ബുദ്ധിമുട്ടിലാണ്. അതെ, ഞങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. പിള്ളേർക്ക് പഠിക്കാനൊക്കെ ഈ പട്ടയൊക്കെ ഒന്നും വെക്കാൻ പറ്റണില്ല. വലിയ പലിശക്കാര എടുത്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ഞങ്ങൾക്ക് കടലിൽ പോയിട്ട് കിട്ടണില്ല. മുമ്പത്തെ പോലെയുള്ള മത്സ്യസമ്പത്തില്ല. അപ്പം ഞങ്ങൾ കടക്കണിയിലായി പോയേക്കണാണ്. പിന്നെ നല്ലൊരു ദിവസം വരെ ഈ ദിവസങ്ങളിലൊക്കെ ക്രിസ്മസിന് 2 ദിവസം മുമ്പെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീടുകളിലിരുന്ന് എല്ലാ ഒരുക്കങ്ങളും നടത്തേണ്ട ദിവസമാണ് ഇന്നൊക്കെ. ഈശോനെ സ്വീകരിക്കാനായിട്ട് ഞങ്ങളുടെ ഉള്ളിൽ ഈശോൻ ജനിക്കുന്ന ദിവസമൊക്കെ ഞങ്ങൾ അത്രയും ആഹ്ലാദിക്കുന്ന ദിവസങ്ങളാണിത്. ഇപ്പം ഞങ്ങൾ സങ്കടത്തോടെ ഞങ്ങൾ ഈ പള്ളിമുറ്റത്തിരിക്കാൻ പോയാണ്. കാരണം ഞങ്ങൾ ഭാവിയിൽ ഞങ്ങളുടെ മക്കൾക്ക് ഇതിൻ്റെ പുറകെ നടക്കേണ്ടി വരരുത്. അപ്പം ഞങ്ങളുടെ കാരണന്മാരായിട്ട് ഞങ്ങൾക്ക് മേടിച്ചു തന്ന സ്ഥലമാണ്. ഞാൻ ജനിച്ചു വളർന്നത് ഇവിടെയാണ്. എനിക്ക് 55 വയസ്സായി. ഞാൻ ജനിച്ചത് ഇവിടെയാണ്. എൻ്റെ അപ്പച്ചന് കടലടി കൊണ്ട് മേടിച്ച സ്ഥലമാണ്. ഇനി എൻ്റെ മക്കൾ ഇതിൻ്റെ പുറകെ ഓടാൻ പറ്റില്ല. മരണം വരെ ഇവിടെ ഇത് സമരം ചെയ്യും. കിട്ടണവരെ, ഞങ്ങൾക്ക് നീതി കിട്ടണവരെ. ലോൺ എടുക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടാണ്. എത്രയോ കുടുംബങ്ങളിൽ എത്രയോ പെൺകുട്ടികളൊക്കെ ഉണ്ട്. അതുങ്ങളെയൊക്കെ ഒന്ന് കെട്ടിച്ചഴക്കാൻ ഇതൊക്കെ ഒന്നും ചെയ്യാൻ പറ്റണില്ല. അതുപോലെ വിദേശത്ത് പോകാൻ കൊച്ചുങ്ങളൊക്കെ പഠിച്ചിട്ട് അങ്ങനെയൊക്കെ പോകാനൊക്കെ എന്തോരം ആൾക്കാർ നടക്കണം. അതൊക്കെ ഒന്നും നടക്കണില്ല. എന്തുട്ടാണ് ഈ വക്കപ്പ്? ഇങ്ങനൊരു വക്കപ്പ് വന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് മര്യാദ ജീവിക്കൂലേ? ഞങ്ങൾ ജീവിക്കണം കണ്ടിട്ട് അവർ കണ്ണടിച്ചിട്ടാണ്, അല്ലാണ്ട് വേറൊന്നുമല്ല. ഈ വികസനം കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് അവർക്ക്, അല്ലെങ്കിൽ ഇതിക്ക് മുമ്പ് അവർക്ക് വരായിരുന്നില്ലേ? കാട് പിടിച്ചെന്നാൽ കടല് അവിടെ നിന്നിരുന്ന കടലാണ്. കടല് വന്ന് ഇവിടെ കടലെടുത്ത് പോയ കുറേ ഏക്കർ പറമ്പുണ്ട്. അതായിരിക്കും വക്കപ്പിൻ്റെ. അല്ലാണ്ട് ഈ ജനങ്ങൾ പാർക്കുന്ന സ്ഥലമൊന്നും വക്കപ്പിൻ്റെ ആകാൻ വഴിയില്ല. എന്ന് വെച്ചാൽ കോളേജുകാരോട് മത്സരം ചെയ്തും കേസ് പറഞ്ഞും അവർ പറഞ്ഞ പൈസ അങ്ങോട്ട് കൊടുത്തിട്ടാണ് കാരണന്മാരായിട്ടൊക്കെ മേടിച്ചത്. എന്ന് വെച്ചാൽ ഞാൻ പണിയെടുത്ത് 2002 ഞാൻ ഈ പറമ്പ് മേടിച്ചത് വേറെ ആൾക്കാരെന്ന്. അവർ മേടിച്ചെന്ന് വേറെ ആൾക്കാർ അവരെ മോളെ പെണ്ണ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എനിക്കവർ വിറ്റത്. അങ്ങനെ ഞാൻ അവരെ അതും ഞാനും മേടിച്ചതും കുറേ അധികം താങ്ങങ്ങൾ ചയച്ചിട്ടാണ് ഞാനും വാങ്ങിയത്. ഇത് മണ്ണ് മാത്രം മേടിച്ചത്. അന്നേരത്തെ ഒരു തെങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. മേടിച്ച് അതിൽ പണി ചെയ്ത് എടുക്കാൻ പറ്റാത്ത ജോലികളില്ല. ഇതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ കടലിലിറങ്ങി, കടലെന്ന് പറഞ്ഞാൽ ഈ കടലൊന്നും അല്ല, അന്ന് മല പോലത്തെ കടലിൻ്റെ നടുക്ക് കിടന്നാണ് ഞങ്ങൾ ഇത്തൽ വാരിയും അത് കൊണ്ടുവന്ന് കരക്കിട്ടിട്ട് അത് കല്ലിന്മ കൂടെ കയറി വരണം. ഒരു കൊട്ട ഇത്തൽ കിട്ടിയാൽ ഞങ്ങൾ കൊണ്ടുവന്ന് കരക്കിടുന്നു. അതൊക്കെ പണി ചെയ്താണ് ഞങ്ങൾ ഇതൊക്കെ മേടിച്ചത്. അല്ലാണ്ട് വെറുതെ അവരെ തട്ടിച്ചൊന്നും എടുത്തതൊന്നുമല്ല. ഇപ്പം വക്കപ്പ് വരാനായിട്ട് അങ്ങനെയൊക്കെ ഇപ്പോൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലുകളാണ്. ഇപ്പോൾ ഒരു സമയത്ത് ഒരു സുപ്രഭാതത്തിൽ അവരുടെയാണെന്നും പറഞ്ഞു വന്നാൽ ഞങ്ങൾ കയ്യും കെട്ടി ഇരിക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് ഇനിയിപ്പോൾ ക്രിസ്മസും ഇല്ല, വിഷുവില്ല. വിഷുവും ആകുമ്പോഴും ചിലപ്പോൾ ഇത് ശരിയായില്ലെങ്കിലും അപ്പോഴും ഞങ്ങൾ ഇവിടെ തന്നെ വന്നിരിക്കും.
എന്ന് ഞങ്ങൾക്ക് ഇത് ഞങ്ങളുടെ സ്വന്തമായിട്ട് കിട്ടണം, ഒരു ശല്യം ഇല്ലാണ്ട് ഞങ്ങളുടെ പിള്ളേർക്കൊക്കെ പിന്നെയും ജീവിക്കണമല്ലോ. അതുവരെ ഞങ്ങൾ സമരം വിട്ടു പോകണില്ല. സമരപ്പന്തലിൽ തന്നെ ഞങ്ങൾ ഉണ്ടാകും. ആരെങ്കിലൊക്കെ ആയിട്ട് മാറി മാറിയൊക്കെ വന്നിരിക്കും. ഇരിക്കാതിരിക്കൂല, ഒരാളെങ്കിലും ഇല്ലാണ്ടിരിക്കൂല സമരപ്പന്തലിൽ. അങ്ങനെയാണ് വിചാരിച്ചേക്കണത്. ക്രിസ്തുമസ് പോലും ഈ സമരപ്പന്തലിൽ അവർ ഈ ഒരു പ്രതിഷേധ സമരം നടത്താനായിട്ട് ആണ് തീരുമാനിച്ചിരിക്കുന്നത്. ചോര നീരാക്കി മേടിച്ച ഭൂമിയാണല്ലേ? അതെ, ഞങ്ങ ഇവിടെ ഈ റോഡെന്ന് പറഞ്ഞാൽ രവീന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഇട്ടാണ് ഈ റോഡ്. അത് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ മുകളിൽ ഈ ഗ്രാവലൊക്കെ ഇതൊക്കെ ചെയ്ത് ഉണ്ടാക്കിയത്. അതിനു മുമ്പ് ഇവിടെയൊക്കെ വെള്ളമായിരുന്നു. ഈ പള്ളി ഇപ്പം ഞങ്ങൾ ഇരിക്കണ സ്ഥലമൊക്കെ വെള്ളമായിരുന്നു. ആ വെള്ളമൊക്കെ ഞങ്ങൾ മണ്ണിട്ട് നിർത്തി പള്ളി പണിത്. ഇതൊക്കെ ഈ വികസനമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കുറേ ആളിങ്ങോട്ട് തീവ്രവാദികൾ പോലെ ഇങ്ങോട്ട് വന്നേക്കാണ്. അവർ വന്നിട്ട് ഇതിപ്പോൾ അവരുടെ സ്ഥലമാണെന്ന് ഞങ്ങൾ വിട്ടു കൊടുക്കും. തീർച്ചയായിട്ടും ഞങ്ങൾ വിട്ടു കൊടുക്കില്ല. ഇത് ഈ സമരം ഇതിൻ്റെ അറ്റം വരെയും അറ്റം കാണാതെ ഞങ്ങൾ നിർത്തണ പ്രശ്നമില്ല. ഈ അച്ഛൻ ഇവിടെ നിന്ന് പറയണം, നമുക്ക് നമ്മളെ സ്ഥലം നമുക്കായി, അപ്പോൾ നമുക്ക് സമരം നിർത്താമെന്ന്. അതോടെയാണ് ഞങ്ങൾ നിർത്തുള്ളൂ. ഇപ്പോൾ 71 ദിവസമായി കടലിൽ എനിക്കൊരു ചെറിയ വഞ്ചിയുണ്ട്. ആ വഞ്ചിക്ക് വല വെക്കാൻ പോണ ആളാണ് ഞാൻ. പക്ഷേ ഇതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഇത് അല്ല വലുത്. ചില ദിവസം പോകും, അപ്പോൾ എന്തെങ്കിലും വില 10-200 കാച്ചൊക്കെ കിട്ടും. അപ്പോൾ അരി മേടിച്ച് അങ്ങനെ പിന്നെയും നമ്മൾ ഇവിടെ വന്നിരിക്കും. പിന്നെ പോകുമ്പോൾ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഇരിക്കണേ ഇവിടെ. ഇവർ ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ പോയാലും ഇവർക്ക് ഇവിടെ നിന്ന് ഒരു തരി മണ്ണ് ഈ മാതാവ് കൊടുക്കില്ല. അത് സത്യത ഇത് ഈ മാതാവിൻ്റെ മണ്ണിൽ ഇവർ മുട്ടുകുത്തിയാൽ പോകുള്ളൂ ഈ സാധനം ഇവിടുന്ന്. ഇത് ഇവിടുന്ന് തൂത്ത് കളഞ്ഞിട്ടാ മാതാവ് ഇവിടുന്ന് വിടുള്ളൂ. നിങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവും. ഇവിടെ വരെ ഈ സമരം തീരുന്നവരെ ഞങ്ങൾ ഉണ്ടാവും. അത് തീർച്ചയാണ്. അങ്ങനെ തന്നെയാണ്. ഞങ്ങളല്ലാണ്ട് പിന്നെ എങ്ങോട്ട് പോകാനാണ്? ഞങ്ങളിപ്പോൾ കഷ്ടപ്പെട്ട് വാങ്ങിച്ച സ്ഥലം പിന്നെ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ വഖഫിൻ്റെ എന്ന് പറഞ്ഞാൽ ഇത്രയും വർഷമായിട്ട് ഇത് കേൾക്കാത്തൊരു സംഭവമാണിത്. അവർക്ക് മാത്രം ജീവിച്ചാൽ മതി. അങ്ങനെ ഒരു നിയമം എന്തിനാണ് ഇവിടെ? പാവപ്പെട്ട ആൾക്കാരെല്ലാവരും ജീവിക്കാനുള്ളതല്ലേ. ഈ ഒരു വഖഫ് എന്ന് പറഞ്ഞ നിയമം കൊണ്ട് വന്നിട്ട് പാവപ്പെട്ടവരാകെ ആവശ്യത്തിലാക്കുന്നത്. ഞങ്ങൾ ആഘോഷമായിട്ട് ഇതാകണ്ട ഇല്ലായ്മയിൽ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു കുഴപ്പമില്ലാത്ത ജീവിതത്തിലേക്ക് കഴിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ഒരു വഖഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താന്ന് പോലും ഞങ്ങൾക്ക് ആർക്കും അറിയാൻ പാടില്ല. ഇപ്പോഴാണ് അതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് പഠിച്ച് വന്നത്. അപ്പോഴത്തേക്കും അതിൻ്റെ ഇത് അത്രയ്ക്കും ദൂഷ്യമായ ഒരു സംഭവമാണെന്ന് മനസ്സിലായി വന്നത്. ഈ വഖഫുള്ള ആൾക്കാർക്ക് ആ നിയമം മാറ്റിയാലേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. പാവപ്പെട്ടവർക്ക് ജീവിക്കണ്ടേ? ആ ഒരു നിയമത്തിന് മാത്രം ഇവിടെ സ്ഥാനമുള്ള, അത് മാത്രമേ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളൂ. പിന്നെ അധികാരികളാണെങ്കിൽ ആരും കണ്ണോർക്കണില്ല. ഞങ്ങളുടെ സമരം നീണ്ടു പോകണമെന്ന് എന്തായാലും ഞങ്ങൾക്ക് ഇത് ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ച് കിട്ടുന്നവരെ ഞങ്ങൾ സമരത്തിന് തന്നെ ഇരിക്കും. ഞങ്ങൾ ആഘോഷമായ ഒരു ദിവസമാണ് ക്രിസ്മസ്. അതിന് പോലും ഞങ്ങൾക്ക് ഇപ്പോൾ അതല്ല. ക്രിസ്മസ് ഇന്നല്ലെങ്കിൽ അടുത്ത വർഷം ഉണ്ടാവും. പക്ഷെ ഞങ്ങളുടെ ഭവനങ്ങളും ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങളാണ് ഞങ്ങൾക്ക് ആവശ്യം. അത് കിട്ടിയതിന് ശേഷം പിന്നീട് ഉണ്ടെങ്കിൽ ക്രിസ്മസ് ആഘോഷിക്കുക. അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ. എല്ലാവരും തന്നെ ഈ ഒരു സമയം ക്രിസ്മസ് ആഘോഷത്തിൻ്റെ തിരക്കിലാവേണ്ടതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, വീഞ്ഞുണ്ടാക്കുന്നു, പിന്നെ വീട്ടിലേക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു സമയമാണ്. പക്ഷേ അതിനൊന്നും ഇപ്പോൾ ഇവർക്ക് പറ്റുന്നില്ല. ഇവരുടെ ഉള്ളിൽ വലിയൊരു സങ്കടക്കടൽ തന്നെയാണ്. തൊട്ടപ്പുറത്ത് കടലാണ്, ഉള്ളിൽ അതിനേക്കാൾ വലിയൊരു സങ്കടക്കടൽ തന്നെ ഒതുക്കിക്കൊണ്ടാണ് അവരെല്ലാവരും ഈ ഒരു സമരപ്പന്തലിൽ ഇരിക്കുന്നത്. എന്തായാലും നീതി ലഭിക്കുന്നതുവരെ ഇവരുടെ ഒരു പോരാട്ടം തുടരുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മുനമ്പത്ത് നിന്നും രഞ്ജിത്ത് എസ് പിള്ളയ്ക്കൊപ്പം ആർ പിയൂഷ്, മറുനാടൻ TV.